ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 താരലേലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന 24, 25 തീയതികളിലാണ് ലേലം നടക്കാൻ പോകുന്നത്. 10 ഫ്രാഞ്ചൈസികളുടെയും പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും തന്നെ ജിദ്ദയിൽ എത്തുകയും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ലേലത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും ഈ ഒരു ലേലത്തിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പല ടീമുകളും ഈ ഒക്ടോബർ 31 തന്നെ അവർക്ക് നിലനിർത്തേണ്ട താരങ്ങളുടെ ഒരു ലിസ്റ്റ് BCCIക്ക് കൈമാറിയിരുന്നു. ചില ടീമുകൾ 2 താരങ്ങളെ നിലനിർത്തിയപ്പോൾ ചിലവർ 3 പേരെ നിലനിർത്തി, ചില ടീമുകൾ 4, 5 താരങ്ങളെ നിലനിർത്തിയപ്പോൾ മാക്സിമം നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണം 6 ആയിട്ട് BCCI നിജപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചില ടീമുകൾ 6 താരങ്ങളെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപ്ഡ് താരങ്ങളെ 5 പേരെയാണ് ഒരു ടീമിന് നിലനിർത്താനായിട്ട് സാധിക്കുക. ഒരു അൺക്യാപ്ഡ് താരത്തിനെയും വേണമെങ്കിൽ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് 5 പേരെ നിലനിർത്താൻ സാധിക്കാതെ പോയ ടീമുകൾ, അല്ലെങ്കിൽ അങ്ങനെ നിലനിർത്താത്ത ടീമുകൾക്ക് വേണ്ടിയിട്ട് RTM, അതായത് റൈറ്റ് ടു മാച്ച് എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏതായാലും വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത ദിവസത്തിൽ തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തുടക്കം കുറിക്കുന്നു. അതിന്റെ ഇടയിലാണ് ഈ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം 22-ാം തീയതിയാണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ആ മത്സരം ആരംഭിക്കുന്നത് രാവിലെ 7:50 മുതലാണ്. 2:50 അല്ലെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ മത്സരം അവസാനിക്കും. ഉടനെ തന്നെ ഈ IPL ഓപ്ഷൻ ആരംഭിക്കുകയും ചെയ്യും. 24, 25 തീയതികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ IPL ലേലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ താരങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെയുള്ള 10 ടീമുകളുടെയും ആ റീറ്റെയിൻ ചെയ്ത താരങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ റീറ്റെയിൻ ചെയ്ത താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു 30% ആണ് നമുക്ക് അതിലൊരു 100% ഒരു ടീം എന്ന് പറഞ്ഞാൽ ഏകദേശം 25 പേരടങ്ങുന്ന ഒരു സ്ക്വാഡാണ്. അപ്പൊ അതിൽ ഒരു 15 പേരെങ്കിലും നല്ല താരങ്ങളായിരിക്കണം. പിന്നെ ബാക്കപ്പ് പ്ലേയേഴ്സ് ആണ് കൂടുതലായിട്ട് വേണ്ടതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ 4, 5, 6 താരങ്ങളെ നിലനിർത്തിയിട്ടുള്ള ടീമുകളെ പറ്റി നോക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 30% ഒരു മാർക്കാണ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇനി ബാക്കിയുള്ള ഒരു 70% എന്ന് പറയുന്നത് ആ ദിവസമാണ്. അതായത് 24, 25 തീയതികളിൽ ആ ഓപ്ഷൻ ടേബിളിൽ എത്ര ബുദ്ധിപരമായിട്ട് ഓരോ ഫ്രാഞ്ചൈസികളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഒരു ടീം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവ് നടത്താൻ പറ്റുന്ന ടീമുകളായിരിക്കും ശരിക്കും പറഞ്ഞാൽ 25-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ഓപ്ഷൻ ടേബിളിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ ഈ ഓപ്ഷൻ ടേബിളിൽ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ലൈവായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടീമുകളിലും പണ്ട് കളിച്ചിരുന്ന ഇന്റർനാഷണൽ താരങ്ങൾ അവരുടെ സപ്പോർട്ട് സ്റ്റാഫിലുണ്ടാവും, കോച്ചായിട്ടുണ്ടാവും, മെന്ററായിട്ടുണ്ടാവും. അങ്ങനെ പല താരങ്ങളെയും നമ്മൾ ഈ ഓപ്ഷൻ ടേബിളിൽ പഴയ താരങ്ങളെ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഋഷഭ് പന്തിനെ, അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായിരുന്നു, അദ്ദേഹം ഈ ഓപ്ഷൻ ടേബിളിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും ഈ കോച്ചുമാരും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാറുണ്ട്. എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് ഈ ഓപ്ഷൻ ടേബിളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ആരാധകന് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ഓപ്ഷൻ ടേബിൾ ആണെങ്കിൽ അവിടെ ഈ മഹേല ജയവർദ്ധനയും നേരത്തെ ആണെങ്കിൽ സഹീർ ഖാനും ഒക്കെ ഇരിക്കുന്നതിന്റെ കൂടെ ഒരു പരിചയമില്ലാത്ത, അവിടെ ഈ ഇതിന്റെ ഓണർമാരായിട്ടുള്ള നീത അംബാനിയും അല്ലെങ്കിൽ ആകാശ് അംബാനിയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും അവിടെ ഇരിക്കുന്ന പല ആളുകളെയും നമുക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്ത ആളുകളെ. അപ്പൊ ഇവരൊക്കെ എന്തിനാണ് ഈ ഓപ്ഷൻ ടേബിളിൽ ഇരിക്കുന്നത്? ഇങ്ങനെ ഒരു വലിയ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ഒരു ആരാധകന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അവരാണ് ഇതിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് അറിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക. ബുദ്ധി കേന്ദ്രം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ആരെയൊക്കെ സ്വന്തമാക്കണം, നമുക്ക് എത്ര പേഴ്സിൽ നമ്മുടെ എത്ര ബാലൻസ് ഉണ്ട്, അതിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്, അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ പ്ലാനിങ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കുന്നത് ഈ നമുക്കറിയാത്ത ഒരു ഗ്രൂപ്പ് ആളുകളാണ്. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളെ പറ്റിയിട്ടാണ് ഇന്ന് എന്റെ സംസാരം, അല്ലെങ്കിൽ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടാലന്റ് സ്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും. പലപ്പോഴും അവർ ഈ ഓപ്ഷൻ ടേബിളിൽ വരാറില്ല, പക്ഷെ ചില സമയത്തൊക്കെ അവർ ഈ ഓപ്ഷൻ ടേബിളിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാറുണ്ട്. ഈ ടാലന്റ് സ്കൗട്ടിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീമാണെങ്കിൽ അവരുടെ ടാലന്റ് സ്കൗട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവും. അതായത് മുൻപ് അവർക്ക് വേണ്ടി കളിച്ച താരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജൂനിയർ ലെവലിൽ കളിച്ച താരങ്ങളോ ഒക്കെ ആയിരിക്കാം. അവരുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളെല്ലാം തന്നെ കാണുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു 2 മാസം മുമ്പ് KCL, കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് നടത്തിയിരുന്നു. ആ ടൂർണമെന്റിൽ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ കൂടെ മുന്നേ ഈ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചിരുന്ന പല താരങ്ങളും, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള താരമായിട്ടുള്ള ശ്രീറാം, അദ്ദേഹം ഇതിന്റെ ഇടയിൽ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് കോച്ചായിട്ടുണ്ടായിരുന്നു, സ്പിൻ ബൗളിംഗ് കോച്ചായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കർണാടകയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ കളിച്ചിരുന്ന വിജയ് ഭരദ്വാജ്, ഇങ്ങനെയുള്ള പല താരങ്ങളും അവിടെ ആ മത്സരം കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഈ ടാലന്റ് സ്കൗട്ടിന്റെ ഭാഗമായിട്ട് പല ഫ്രാഞ്ചൈസികൾ അവരെ വിട്ടിരിക്കുന്നതാണ്. അപ്പൊ അവർ വന്നിട്ട് നമ്മുടെ ഈ ടൂർണമെന്റ് മുഴുവനായിട്ട് കാണുകയും അതിൽ നിന്നുള്ള നല്ല പ്ലേയേഴ്സിനെ അവർ നോട്ട് ചെയ്യുകയും ആ പ്ലേയേഴ്സിനെ അവർ സെലക്ഷൻ ട്രയൽസിനായിട്ട് വിളിക്കും. അപ്പൊ പല താരങ്ങളെയും പഞ്ചാബും അതുപോലെ തന്നെ മുംബൈയും ചെന്നൈയും ഇതുപോലെയുള്ള പല ഫ്രാഞ്ചൈസികൾ, SRH അടക്കമുള്ള ഫ്രാഞ്ചൈസി പലരും ഇവരെ ഇതുപോലെയുള്ള ഈ സെലക്ഷൻ ട്രയൽസിന് വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സെലക്ഷൻ ട്രയൽസിന് പോയിട്ട് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ അവർ ഈ ഓപ്ഷൻ ടേബിളിൽ വരുമ്പോൾ ആ താരത്തിനെ വിളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ പലപ്പോഴും ഈ ടാലന്റ് സ്കൗട്ട് നടക്കുന്നത്. അപ്പൊ ടാലന്റ് സ്കൗട്ടിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൗട്ടിലൂടെ വന്ന അല്ലെങ്കിൽ ജോൺ റൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹം അതിന്റെ ടാലന്റ് സ്കൗട്ട് ആയിരുന്ന സമയത്ത് നമുക്കറിയാം, മുന്നേ അദ്ദേഹം ന്യൂസിലാൻഡിന്റെ താരമായിരുന്നു, പിന്നീട് IPL മുംബൈ ഇന്ത്യൻസിന്റെ കോച്ചായിരുന്നു. അദ്ദേഹം ടാലന്റ് സ്കൗട്ടിലൂടെ കണ്ടെത്തിയ താരങ്ങളാണ് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും എന്നൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഈ ടാലന്റ് സ്കൗട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ക്രിക്കറ്റിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ത്യയുടെ നുക്ക് ആൻഡ് കോർണറിൽ എവിടെ നടക്കുന്ന ടൂർണമെന്റിലാണെങ്കിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അവർ വന്ന് കളി കാണും, അതിലുള്ള നല്ല പ്ലേയേഴ്സിനെ അവർ കണ്ടെത്തും, അവർ ഇപ്പോൾ അവരെ സെലക്ഷൻ ട്രയൽസിന് വിളിക്കും, പിന്നെയാണ് ഓപ്ഷൻ ടേബിളിൽ വന്നിട്ട് അവർ ഇവരുടെ പേര് സജസ്റ്റ് ചെയ്തിട്ട് അവർ വിളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പല താരങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത പല താരങ്ങളൊക്കെ വരുന്നത്. ടാലന്റ് സ്കൗട്ടിനെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാൻ അടുത്ത ഒരു അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട, ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പലരെയും പറയുന്നത് പെർഫോമൻസ് അനലിസ്റ്റുകൾ എന്നാണ്. ഇതൊരു സ്പെഷ്യലിസ്റ്റ് ജോബാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ വീഡിയോ അനലിസ്റ്റ്, പെർഫോമൻസ് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് എന്നൊക്കെ പറയും. ഇവരുടെ ജോലി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ടേബിളിൽ ഈ ബുദ്ധിപരമായ നീക്കങ്ങളെല്ലാം തന്നെ നടത്താനായിട്ട് മാനേജ്മെന്റിനെ, ഈ കോച്ചിനെയും അതുപോലെ ഓണർമാരെയൊക്കെ സഹായിക്കുന്നത് ഈ പെർഫോമൻസ് അനലിസ്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് AR ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഉണ്ട്. അധികം ആരും അദ്ദേഹത്തിനെ പറ്റി കേൾവി പോലും ഇല്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ അദ്ദേഹം എപ്പോഴും ഈ KKRന്റെ ഓപ്ഷൻ ടേബിളിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ്. എനിക്ക് തോന്നുന്നു 2009 മുതൽ അദ്ദേഹം ഈ KKRന്റെ പെർഫോമൻസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവരുടെ ഒരു ടാലന്റ് സ്കൗട്ട് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2012 അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് സ്കൗട്ടിലൂടെ അവരുടെ ടീമിൽ എത്തിപ്പെട്ട ഒരാളാണ് സുനിൽ നരൈൻ. സുനിൽ നരൈനെ അതിനു മുമ്പ് നടന്ന ഒരു ചാമ്പ്യൻസ് ലീഗിൽ കണ്ടെത്തുകയും അദ്ദേഹം കാണുകയും അദ്ദേഹം ഒരു നല്ല പ്ലെയർ ആണെന്ന് KKRന്റെ മാനേജ്മെന്റിനെയും കോച്ചിനെയും പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ഓപ്ഷനിൽ അവർ അദ്ദേഹത്തിനെ വിളിച്ചെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ KKR കപ്പ് നേടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ആ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ നരൈൻ ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ AR ശ്രീകാന്ത് എന്ന് പറയുന്ന ആള് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം KKR വിട്ടിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ തുക കൊടുത്തുകൊണ്ടാണ് ഓരോ ഫ്രാഞ്ചൈസികളും ഇതുപോലെയുള്ള പെർഫോമൻസ് അനലിസ്റ്റുകളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത്. അവരുടെ ജോലി എന്ന് പറയുന്നത് ടാലന്റ് സ്കൗട്ട് മാത്രമല്ല, അവരുടെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അനാലിസിസ്. ഒരു ബാറ്റർക്ക് എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്, ആ ബാറ്റർ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം ഏത് ഷോട്ടാണ് കൂടുതൽ കളിക്കുക, അല്ലെങ്കിൽ ഏത് ഷോട്ടായിരിക്കും അദ്ദേഹത്തിന് കളിക്കാൻ സാധ്യതയില്ലാത്തത്, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഈ കോച്ചിനും അതുപോലെയുള്ള ബൗളർമാർക്കും ഒക്കെ നൽകുക. ഒരു ബൗളർക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് അവരുടെ ബാറ്റർമാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഡെയിൽ സ്റ്റെയിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അതിൽ ഡെയിൽ സ്റ്റെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്കി പോണ്ടിങ്ങും സച്ചിൻ ടെണ്ടുൽക്കറും ബാറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമാണ് അദ്ദേഹം പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട് സൈഡ് ഓസ്റ്റും ബോൾ ചെയ്താൽ അദ്ദേഹം കൂടുതൽ അടികളും അടിക്കുന്നത് ഈ പോയിന്റിന്റെ ഈ ക്രീസിന് നേരെ കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഈ എന്താ പറയുക കുറച്ചും കൂടെ ഒരു വൈഡർ ആയിട്ടാണ് പോകുന്നത്. ഇത് തന്നെ റിക്കി പോണ്ടിങ് ആണ് കളിക്കുന്നതിൽ കുറച്ച് ക്ലോസർ ആയിട്ട് ഈ സൈഡിലേക്കാണ് ബോൾ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ്. അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പെർഫോമൻസ് അനലിസ്റ്റ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ ഫീൽഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർക്ക് കുറച്ച് ഈ സൈഡിലും അതുപോലെ തന്നെ റിക്കി പോണ്ടിങ് ആണെങ്കിൽ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്കുമായിട്ട് ആ ഫീൽഡ് സെറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഈ പ്രസന്ന അഗോരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് P-Dog എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഈ അശ്വിനുമായി ബന്ധപ്പെട്ട് അശ്വിന്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്ന ഒരു കമന്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരുപാട് വർഷം ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ പെർഫോമൻസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വീരേന്ദ്ര സെവാഗിനെ അവർ ഒരു മത്സരത്തിൽ ട്രാപ്പ് ചെയ്ത ഒരു രീതിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. വീരേന്ദ്ര സെവാഗ് ഈ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് വരുന്ന ബോൾ സ്ലാഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു തേർഡ് മാൻ ഫീൽഡറിനെ ഒരു ബൗണ്ടറി ലൈനിൽ നിന്ന് ഒരു 10 സ്റ്റെപ്പ് അകത്ത് ഫീൽഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിന് കറക്റ്റായിട്ട് ഒരു ട്രാപ്പ് ഒരുക്കിക്കൊണ്ട് ഡെയിൽ സ്റ്റെയിനോട് അവിടെ ബോൾ ചെയ്യാൻ പറയുക. അദ്ദേഹം അവിടെ ബോൾ ചെയ്യുകയും അവിടെ നേരെ ഈ ക്യാച്ച് നേരെ ഈ തേർഡ് മാന്റെ കയ്യിൽ ഹാഷിം അംലയുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് അദ്ദേഹം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ സംഭവം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് അവർ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ദി
ദിനേശ് കാർത്തികിനെ എനിക്ക് തോന്നുന്ന ഒരു വീഡിയോ അതും കിടക്കുന്നുണ്ട് യൂട്യൂബിൽ, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 പ്രാവശ്യമാണ് ഒരേ തരത്തിൽ ദിനേശ് കാർത്തിക് ഔട്ട് ആവുന്നത്. അതായത് ഒന്നിൽ കോട്ട് ബിഹൈൻഡ് ആവും, അല്ലെങ്കിൽ സ്ലിപ്പിൽ ക്യാച്ച് ആവും. ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഡെലിവറിയിൽ അദ്ദേഹം ഔട്ട് ആവുന്നു എന്ന് കാണുമ്പോൾ അത് അവിടെ തന്നെ എറിഞ്ഞ് അവർ ഔട്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം എടുത്തു വെച്ചുകൊണ്ട് അത് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ബാറ്ററുടെ ആണെങ്കിലും ഒരു ബോളറുടെ ആണെങ്കിലും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്ക്നെസ് അനലൈസ് ചെയ്ത് എടുത്തുകൊണ്ട് കോച്ചിനെ കൺവിൻസ് ചെയ്യുകയും ആ കോച്ചിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ പെർഫോമൻസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ 2024 T20 ലോകകപ്പിൽ ജയിച്ച സമയത്ത് ഞാൻ കണ്ടതാണ്. രാഹുൽ ദ്രാവിഡിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ അമേരിക്കയിലുള്ള ഒരു പെർഫോമൻസ് അനലിസ്റ്റ്, അദ്ദേഹം ക്രിക്കറ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ആണ്. അദ്ദേഹവുമായിട്ട് റെഗുലർ ആയിട്ട് 2-3 മണിക്കൂറാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ വിൻഡിന്റെ സ്പീഡ് വരെ അവർ കൃത്യമായിട്ട് അതിൽ പറയും. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിലേക്കാണ് വിൻഡ് അടിക്കാനുള്ള കാറ്റടിക്കാനുള്ള സാധ്യത. അപ്പോൾ ആ സൈഡിൽ നിന്ന് ബോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് 6 അടിക്കാൻ എളുപ്പമായിരിക്കും, ഇങ്ങോട്ട് 6 അടിക്കാൻ എളുപ്പമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വിൻഡിന്റെ സ്പീഡ് വരെ അവർ കൃത്യമായിട്ട് ഈ പെർഫോമൻസ് അനലിസ്റ്റുകൾ അനലൈസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബാറ്ററുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബോൾ എറിയുകയാണെങ്കിൽ ആ ബാറ്റർക്ക് അടിക്കാനായിട്ട് സാധിക്കില്ലേ, അല്ലെങ്കിൽ കയറ്റി എറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് അദ്ദേഹത്തിന് ഒരു സ്ട്രെങ്ത് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകാൻ സാധിക്കുന്ന ആളുകളാണ് ഈ പെർഫോമൻസ് അനലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വീഡിയോസ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഗെയിമിനെ പറ്റിയുള്ള ഇമ്മൻസ് ആയിട്ടുള്ള നോളജ് അവർക്കുള്ളത് കൊണ്ടുമാണ് അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഓപ്ഷൻ ടേബിളിൽ വരുന്ന സമയത്ത് അവരുടെ ഒരു ഇന്റലിജൻസ്, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോൾ ഏതൊക്കെ താരത്തിനെയാണ് തങ്ങളുടെ ടീമിലേക്ക് ഇനി ആവശ്യം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിൾ ആണ്. ആ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലക്നോ സൂപ്പർ ജയൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ലക്നോ സൂപ്പർ ജയൻസ് ഏതൊക്കെ താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത് നോക്കുക. നിക്കലസ് പൂരൻ എന്ന് പറയുന്ന താരം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം, ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആയുഷ് ബദോനിനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആയുഷ് ബദോനിയും ഇതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. പിന്നെ 2 ഫാസ്റ്റ് ബോളർമാരെ മായങ്ക് യാദവിനെയും മോസിൻ ഖാനെയും അവർ നിലനിർത്തിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് രവി ബിഷ്ണോയാണ്. അദ്ദേഹം ഒരു ലെഗ് സ്പിൻ ബൗളറാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള 5 പേരായി. ഇനി ബാക്കിയുള്ള സ്പോട്ടിലേക്ക് ആരെയൊക്കെ വേണം, അപ്പോൾ അതിനെ എത്ര ആളുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ അവർക്ക് വേണ്ടത് ഒരു ഓപ്പണിംഗ് ബാറ്റർ ആണെങ്കിൽ ആ ഓപ്പണിംഗ് ബാറ്റർമാർ എത്രയൊക്കെ ഉണ്ട്, അത് ഓവർസീസ് താരങ്ങൾ ആരൊക്കെയാണ്, ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്, ഇത് /// ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ ഓപ്ഷൻ ടേബിളിൽ, ഇവരുടെ ഒരു ഇതിലുണ്ടാവും. അത് ഈ നമ്മുടെ ഈ ടീമിന്റെ ലക്നോ സൂപ്പർ ജയൻസിന്റെ ഓണർക്കും അല്ലെങ്കിൽ അതിന്റെ കോച്ചായിട്ടുള്ള ആൾക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഈ പെർഫോമൻസ് അനലിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഈ ഓപ്ഷനിൽ ഈ പേരുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ആളുകളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കാണിക്കുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത ഇപ്പോൾ ഒരു ലെഗ് സ്പിന്നറിൽ ഓൾറെഡി ഉണ്ട് അവർക്ക്, കാരണം രവി ബിഷ്ണോയി ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇനി ഒരു ലെഗ് സ്പിന്നറെ അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ചഹൽ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ബോളറിനെ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെ അവർ എടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ, 2 ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരെ ഓൾറെഡി അവർ നിലനിർത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി വലിയൊരു വില കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെ അവർ എടുക്കൂല. കാരണം മോസിൻ ഖാനും അതുപോലെ തന്നെ മായങ്ക് യാദവും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു വിക്കറ്റ് കീപ്പർ, ഒരു ഡാഷിംഗ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ വിക്കറ്റ് കീപ്പറിനെ അവർ എടുക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിക്കലസ് പൂരൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ആരെയൊക്കെയാണ് ആവശ്യം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള പിക്ചർ ഈ മാനേജ്മെന്റിനും കോച്ചിനും ഒക്കെ കൊടുക്കുന്നത് ഈ പെർഫോമൻസ് അനലിസ്റ്റുകളാണ്. പെർഫോമൻസ് അനലിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ജോബ് ആണ് എന്നുള്ളതാണ്. ഓരോ ടീമുകൾക്കും അയാളുടെ ആവശ്യം നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര രീതിയിൽ കൂടിയേ തീരൂ എന്നുള്ളതാണ്. പക്ഷേ അവിടെ എല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഈ പെർഫോമൻസ് അനലിസ്റ്റിന് അദ്ദേഹത്തിന്റെ ഡാറ്റകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസ് കൈമാറാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കോച്ചാണ്. കോച്ച് ഇതിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോച്ചിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കോച്ചിന് ഇതിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇവരാണ് ഇതിന്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അടുത്ത ദിവസത്തെ ഈ IPL ഓപ്ഷൻ ടേബിളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് ആളുകളെ അതിൽ കാണാൻ സാധിക്കും. അതിൽ പല ആളുകളും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ലാപ്ടോപ്പ് കേട്ടിരിക്കണമെന്ന് നമുക്ക് തോന്നും ഇവരെന്താണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ജോലിയാണ് ഇതിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിപരമായിട്ട് ഓപ്ഷൻ ടേബിളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഏറ്റവും ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ പ്രധാനപ്പെട്ട ടീമുകളുടെ എല്ലാം തന്നെ ഇരിക്കുന്നതെന്നാണ്. അവർക്ക് അതുപോലെ തന്നെ സാലറിയും അതുപോലെ തന്നെയുള്ള പെർക്സുമാണ് ഓരോ ഫ്രാഞ്ചൈസികളും കൊടുക്കുന്നത്. ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ പെർഫോമൻസ് അനലിസ്റ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ടാലന്റ് സ്കൗട്ടുകളെ കുറിച്ചിട്ടുമാണ്. ഈ വീഡിയോ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിച്ചത് എൻ്റെ ഈ
ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിൽ എൻ്റെ കൂടെ ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉമേഷ് നായർ എന്നാണ്. അദ്ദേഹം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയ നോളജുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അദ്ദേഹമാണ് എന്നെ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഒരാൾ എന്ന് പറയുന്നത്. ഏതായാലും താങ്ക്സ് ടു ഉമേഷ് നായർ. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.